അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം. അതിൽ 5-ാമത്തെ അധ്യായം. 5-ാമത്തെ അധ്യായത്തിൽ 25 മുതൽ 41 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. സൂത ഉവാച ഇത്യുക്താ ബ്രഹ്മണാ വമ്രീ ധനുഷോഗ്രം ത്വരാന്വിതാ ചഖാദ സംസ്ഥിതം ഭൂമൗ വിമുക്താജ്യാ തദാ ഭവൽ. പ്രത്യഞ്ജായാം വിമുക്തായാം മുക്താ കോടിസ്തധോത്തരാ ശബ്ദമ സമഭവൽ ഘോരാ തേന ത്രസ്താ സുരാസ്തദാ. ബ്രഹ്മാണ്ഡം ക്ഷുഭിതം സർവം വസുധാ കമ്പിതാ തദാ. സമുദ്രാശ്ച സമുദ്വിഗ്നാ ത്രേസുശ്ച ജലജന്തവ. വൗർവാതാസ്തഥാ ചോഗ്രാ പർവതാശ്ച ചകമ്ബിരേ. ഉൽക്കാപാതാ മഹോത്പാതാ ബഭൂവുർദുഃഖശംസിനാ. ദിശോ ഘോരതരാശ്ചാസൻ സൂര്യോപ്യസ്തംഗതോ ഭവൽ. ചിന്താമാപു സുരാഃ സർവേ കിം ഭവിഷ്യതി ദുർദിനേ. ഏവം ചിന്തയതാം തേഷാം മൂർധാ വിഷ്ണോഃ സകുണ്ഡല. ഗതഃ സമുകുടഃ ക്വാപി ദേവദേവസ്യ താപസാം. അന്ധകാരേ തദാ ഘോരേ ശാന്താ ബ്രഹ്മഹരൗ തദാ. ശിരോഹീനം ശരീരം തു ദദൃശാ തേ വിലക്ഷണം. ദൃഷ്ട്വാ കബന്ധം വിഷ്ണോസ്തേ വിസ്മിതാ സുരസത്തമാ. ചിന്താസാഗരമഗ്നാശ്ചാരുരുദു ശോകകർഷിതാ. ഹാ നാഥ കിം പ്രഭോ ജാതമത്യദ്ഭുതമമാനുഷം. വൈശസം സർവദേവാനാം ദേവദേവ സനാതന. മായേയം കസ്യ ദേവസ്യ യയാ തേദ്യ ശിരോഹൃതം. അച്ഛേദ്യസ്ത്വമഭേദ്യോസി അപ്രദാഹ്യോസി സർവദാ.
ഏവം ഗതേ ത്വയി വിഭോ മരിഷ്യന്തി ച ദേവതാ കീദൃശസ്ത്വയി ന സ്നേഹ സ്വാർത്ഥേനൈവ രുദാമഹേ ന്യായം വിഘ്ന കൃതോ ദൈത്യൈ ന യക്ഷൈർന ച രാക്ഷസൈ ദേവൈരേവ കൃതകസ്യാദൂഷണം ച രമാപതേ പരാധീനാസുരാ സർവേ കിം കുർമ ക്വ വ്രജാമ ച ശരണം നൈവ ദേവേശാസുരാണാം മൂഢചേതസാം ന ചൈഷാ സാത്വികീ മായാ രാജസീ ന ച താമസീ യയാ ഛിന്നം ശിരസ്തേദ്യ മായേശസ്യ ജഗദ്ഗുരോ ക്രന്ദമാനാൻ തദാ ദൃഷ്ട്വാ ദേവാൻ ശിവപുരോഗമാൻ ബൃഹസ്പതിസ്തദോ വാചാ ശമയൻ വേദവിത്തമാ രുദിതേന മഹാഭാഗാ ക്രന്ദിതേന തഥാപി കിം ഉപായശ്ചാത്ര കർത്തവ്യ സർവധാ ബുദ്ധിഗോചര ദൈവം പുരുഷകാരശ്ച ദേവേശ സദൃശാവുഭൗ ഉപായശ്ച വിധാതവ്യോ ദൈവാത് ഫലതി സർവധാ സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകം മുതൽ 41 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇപ്പോൾ പാടി ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. താൻമുഖന്റെ വാക്കു കേട്ടു ചീതൽ വേഗം വില്ലിൻ്റെ അഗ്രം നല്ല പോലെ തിന്നു തുടങ്ങി ഞാണും പൊട്ടി. കീഴ്ഭാഗത്തെ ഞാണു വിട്ടു മുകൾ ഭാഗം ഉയർന്നപ്പോൾ കിടുങ്ങി ഞാൻ ദേവജനം ഉഗ്രശബ്ദത്താൽ. ആ ശബ്ദത്തിൽ ബ്രഹ്മാണ്ടങ്ങൾ എല്ലാം ഇളകി മറിഞ്ഞു. അവനിയോ ആ സകലം വിറച്ചുപോയി. അബ്ധികളോ സകലതും പൂർണ്ണമായി സംഭ്രമിച്ചു. അവയിലെ ജന്തുജാലം ഞെട്ടി വിറച്ചു. അതുപോലെ കൊടുങ്കാറ്റോ അത്യുഗ്രമായി ആഞ്ഞടിച്ചു. അദ്രികളോ പ്രകമ്പനം കൊണ്ടു വിറച്ചു. അതിദുഃഖ സൂചകമാ ദുർനിമിത്തങ്ങളുണ്ടായി. അവിടെ ഭൂകമ്പമുണ്ട കൊള്ളിമിൻ വീണു. ദിക്കുകൾ അതിഭയങ്കരമായിട്ടിരുണ്ടുകൂടി. ദിവാകരൻ ആ സമയത്തസ്തമിച്ചല്ലോ. ദുർദിനത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്നറിയാതെ ദേവജനം ആലോചിക്കുവാനും തുടങ്ങി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമരന്മാറി വിധത്തിൽ ആലോചിച്ചു കൊണ്ടിരിക്കെ അറിയുക താപസരെ ദേവദേവനാ. അച്യുതന്റെ തല കിരീടത്തോടും കുണ്ടലത്തോടും അകലെ എവിടെയോ തെറിച്ചു പോയല്ലോ. അതിഘോര അന്ധകാരം ഒട്ടൊന്നടങ്ങിയ നേരം അജനാ
ശിവനായ ബ്രഹ്മദേവൻ ശിവനോടൊപ്പം അച്യുതന്റെ ശിരസില്ലാ വിലക്ഷണ ശരീരത്തെ അടുത്തായി കണ്ടു നിശ്ചലരായി തീർന്നു. ചിന്മയന്റെ കബന്ധത്തെ കണ്ട ദേവസമൂഹമോ ചിന്തയിൽ മുഴുകി ശോകതപ്തരായി കേണു. ദേവദേവ സനാതന അത്യത്ഭുതം അമാനുഷം ദേവന്മാർക്കിനി ഗതി നരകം തന്നല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. തവ തല തെറിച്ചു പോയതേതു ദേവന്റെ മായ, അച്ഛേദ്യൻ അഭേദ്യൻ ഭവൻ ആദാഹ്യൻ തന്നും. ഈ വിധത്തിൽ ദേവജനം എല്ലാം മരിച്ചിടുന്നു. അങ്ങയോണ്ടു സ്നേഹം കൊണ്ടു വിലപിക്കുന്നു. ഈ വിഘ്നം വരുത്തിയതു യക്ഷരല്ല, ദൈത്യരല്ല, രാക്ഷസരല്ല, പാപികൾ ദേവന്മാർ തന്നെ. ദേവജനമൊന്നടങ്കം പരാധീനരായി ഇപ്പോൾ ദേവദേവ ഇനി ഞങ്ങളെങ്ങോട്ടു പോകും? ദേവേശാഹേ ദയാനിധേ മൂഢബുദ്ധികളായുള്ള ദേവന്മാർക്കു ഇനിയാരും ശരണമില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മായയുടെ അധീപനും ജഗദ്ഗുരുവുമായുള്ള മാധവ നിൻ തലയിപ്പോൾ അറ്റുപോയതു. സാത്വികമോ അതല്ലെങ്കിൽ രാജസമോ താമസമോ ആയതാകും മായ കൊണ്ടെന്നും സത്യം. ആയതാകും മായ കൊണ്ടും അല്ലെന്നു സത്യം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വാമദേവ പ്രമുഖരാം ദേവജനം വിലപിക്കെ വേദജ്ഞാനം ബൃഹസ്പതി ഏവം പറഞ്ഞു. മഹാഭാഗ്യവാന്മാരാകും ദേവന്മാരെ കെട്ടിടുക, കരഞ്ഞിട്ടും അലമുറയിട്ടതുകൊണ്ടും കാര്യമൊന്നുമില്ല തന്നെ. ആലോചിച്ചു അനന്തരം ഉപായത്തെ കണ്ടെത്തുകയാണു വേണ്ടതു. ഭഗവാനു ജീവൻ കിട്ടാൻ പുരുഷ പ്രയത്നം വേണം, ഭാഗ്യവുമൊപ്പമായി വേണം തുല്യ പ്രാധാന്യം. പരിഹാര കർമ്മങ്ങളെ വേണ്ട വിധം ചെയ്തിടേണം, ഭാഗ്യമുണ്ടെങ്കിലോ അതു ഫലവത്താകും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ.
ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 40ാമത്തെ ദിവസം. ആ അമ്മയുടെ കഥകൾ, ആ മാതൃവാത്സല്യത്തിൻ്റെ കഥകളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പ്രഥമസ്കന്ധത്തിൽ 5ാമത്തെ അധ്യായത്തിൽ 25 മുതൽ 41 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തും ഭാഷാഗാനമായി പാടിയും ഒക്കെ സമർപ്പിച്ചത്. ഇന്ന് പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തെക്കുറിച്ച് കൂടി ഭക്തജനങ്ങളെ അറിയിക്കുകയാണ്. ഈ വരുന്ന 25-ാം തീയതി, അതായത് മറ്റന്നാൾ ബുധനാഴ്ച വൈകുന്നേരം മാഹാത്മ്യ പ്രഭാഷണത്തോടുകൂടി പെരുവനം ക്ഷേത്രത്തിന് സമീപമുള്ള, തൃശ്ശൂർ ജില്ലയിൽ പെരുവനം മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ, ഭൂമിദേവി സാന്നിധ്യമുള്ള ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം ആരംഭിക്കുകയാണ്. കഴിയുന്ന ആളുകളൊക്കെ അവിടെ വന്ന് അത് കേൾക്കാനും അതിൻ്റെ ഭാഗമാകാനും പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇനി നാം നമ്മുടെ നിത്യ പ്രഭാഷണ രംഗത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ 25ാമത്തെ ശ്ലോകം സൂതൻ്റെ വാക്കുകളായിട്ടാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. നമ്മൾ പറഞ്ഞു നിർത്തിയത്, ഇവിടെ ചിതലിനെ നിർമ്മിച്ച ബ്രഹ്മാവ് ചിതലിനോട് ഭഗവാൻ വിഷ്ണു ഉറങ്ങുമ്പോൾ ആ താടി വെച്ച് ഇരിക്കുന്ന വില്ലിൻ്റെ അഗ്രം കടിച്ചു മുറിക്കാനായിട്ട് ആ ചിതലിനോട് നിർദ്ദേശം കൊടുക്കുന്നു. ഇതേ തുടർന്ന് ഇത്യുക്ത്വാ ബ്രഹ്മണാ വമ്രി, ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ വമ്രി എന്ന് പറഞ്ഞാൽ ചിതല് ധനുഷോഗ്രം ത്വരാന്വിത, വളരെ വേഗത്തിൽ ആ ധനുസ്സിൻ്റെ വില്ലിൻ്റെ അഗ്രഭാഗം ചഖാത, അത് പെട്ടെന്ന് തിന്നാനായിട്ട് തുടങ്ങി. സംസ്ഥിതം ഭൂമിയിലിരിക്കുന്ന ആ ഭാഗം വിമുക്താജ്യാ തഥാഭവൽ, പെട്ടെന്ന് തന്നെ അഗ്രഭാഗം തിന്നപ്പോൾ ഞാൻ പൊട്ടുകയും ചെയ്തു. പ്രത്യഞ്ജായാം വിമുക്തായാം മുക്താകോടിസ്തധോത്തര ശബ്ദ സമഭവൽ ഘോര തേനത്രസ്ത സുരാസ്തത. കീഴ്വശത്തെ പ്രത്യഞ്ജായാം വിമുക്തായാം മുക്ത, ഞാൻ വിട്ടപ്പോൾ മുകൾ ഭാഗം പൊന്തി വേർപെട്ടു. അതോടെ ശബ്ദസമഭവൽ ഘോര, അതിഘോരമായിരിക്കുന്ന ശബ്ദമുണ്ടായി. തേനത്രസ്ത സുരാസ്തത, അതുകൊണ്ട് ദേവന്മാർ മുഴുവൻ ഭയപ്പെടുകയും ഭയചകിതരാവുകയും ചെയ്തു. ബ്രഹ്മാണ്ഡം ക്ഷുഭിതം സർവം വസുധാ കമ്പിതം തഥാ സമുദ്രാശ്ച സമുദ്വിഗ്ന ത്രേസുശ്ച ജലജന്തവ. എന്തൊക്കെയുണ്ടായത്? ബ്രഹ്മാണ്ഡം ക്ഷുഭിതം സർവം, ബ്രഹ്മാണ്ഡങ്ങളൊക്കെ ഇളകി മറിഞ്ഞു. വസുധാ കമ്പിതം തഥാ, വസുധ എന്ന് പറഞ്ഞ ഭൂമി ആകപ്പാടെ വിറച്ചു, കമ്പനമുണ്ടായി. സമുദ്രാശ്ച സമുദ്വിഗ്ന, സമുദ്രങ്ങൾ സംഭ്രമിക്കുകയും. ത്രേസുശ്ച ജലജന്തവ, അതിലുള്ള ജലജന്തുക്കളൊക്കെ ഞെട്ടി വിറയ്ക്കുകയും ചെയ്തു. പിന്നെയോ, പിന്നെ പറയുന്നു, വവുർവാതാസ്തഥാ ചോഗ്ര പർവതാശ്ച ചകമ്പിരേ ഉൽക്കാപാതാ മഹോൽപാദാ ബഭൂവുർ ദുഃഖശംസിന. വവുർവാതാസ്തഥാ ചോഗ്ര, ഉഗ്രമായി കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു, പർവ്വതങ്ങളൊക്കെ പ്രകമ്പനം കൊണ്ടു. ഉൽക്കാപാത മഹോത്പാത, ദുഃഖസൂചകമായിട്ടുള്ള ദുർനിമിത്തങ്ങൾ. ബഭൂവുർ ദുഃഖശംസിന, എന്തൊക്കെയാ? ഭൂകമ്പം, അതേപോലെ തന്നെ കൊള്ളിമീൻ വീഴുക തുടങ്ങിയൊക്കെ ആ സമയത്തുണ്ടായി. ദിശോ ഘോരതരാശ്ചാസൻ, ദിക്കുകളൊക്കെ അതിഭയങ്കരമായി ഉരുണ്ടുകൂടി അല്ലെങ്കിൽ ഇരുണ്ടുകൂടി. സൂര്യോപ്യസ്തംഗതോ ഭവൽ, സൂര്യൻ അസ്തമിച്ചു. ചിന്താമാപു സുരാ സർവേ കിം ഭവിഷ്യതി ദുർദിനെ, ഈ ദുർദിനത്തിൽ
എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ദേവന്മാർ മുഴുവൻ ചിന്തയിലാണ്ടുപോവുകയും ചെയ്തു. ഏവം ചിന്തയതാം തേഷാം, അവരിങ്ങനെ ചിന്തിച്ചപ്പോൾ മൂർധാ വിഷ്ണോ സകുണ്ടല, വിഷ്ണുവിൻ്റെ ആ ശിരസ് കുണ്ടലത്തോടും സമുകുട, ആ കിരീടത്തോടും കൂടി ഗതഹ ക്വാപി ദേവദേവസ്യ താപസ എന്നാണ്. താപസന്മാരെ, നിങ്ങൾ നോക്കൂ, ദേവദേവനായ വിഷ്ണുവിൻ്റെ ആ കുണ്ടലങ്ങളും കിരീടവും അടക്കം തല എവിടേക്കോ തെറിച്ചുപോയി. അന്ധകാരേ തദാ ഘോരേ ശാന്തേ ബ്രഹ്മഹരൗ തദാ ശിരോഹീനം ശരീരം തു ദദൃശാതേ വിലക്ഷണം. ആ അന്ധകാരം ശാന്തമായപ്പോൾ, അന്ധകാരേ തദാ ഘോരേ ശാന്തേ ബ്രഹ്മഹരൗ തദാ, ബ്രഹ്മാവും ഹരനും ശിവനും ആ വിഷ്ണുവിൻ്റെ ശിരോഹീനം ശരീരം തു ദദൃശാതേ വിലക്ഷണം, വിലക്ഷണമായിരിക്കുന്ന ശിരസില്ലാത്ത വിഷ്ണുവിൻ്റെ ആ ശരീരത്തെ, കബന്ധത്തെ അവര് കാണുകയും ചെയ്തു. ദൃഷ്ട്വാ കബന്ധം വിഷ്ണോസ്തേ, വിഷ്ണുവിൻ്റെ ആ കബന്ധം കണ്ടപ്പോൾ വിസ്മിതാ സുരസത്തമാഹ, ദേവശ്രേഷ്ഠന്മാരൊക്കെ വല്ലാതെ അത്ഭുതപ്പെട്ടു. ചിന്താസമുദ്രത്തിൽ ചിന്താസാഗരമഗ്നാശ്ച രുരുദു ശോകകർഷിത, ശോകകർഷിതരായി, ശോകതപ്തരായി, ദുഃഖത്തിൽ മുങ്ങി അവര് ദൗറക്കെ കരയാൻ തുടങ്ങി. ഹാ നാഥ കിം പ്രഭോ ജാതമത്യത്ഭുതമമാനുഷം വൈശസം സർവദേവാനാം ദേവദേവ സനാതന. ഹേ നാഥ, ദേവദേവ സനാതന, അത്ഭുതവും അമാനുഷവുമായിരിക്കുന്ന ഈ പ്രവൃത്തി എങ്ങനെയാണ് സംഭവിച്ചത്? എന്തത്ഭുതമാണിത്? ദേവന്മാർക്ക് മുഴുവൻ വൈശസം ഉറപ്പാണെന്നാണ്. സർവദേവാനം, ദേവന്മാർക്ക് മുഴുവൻ ആ നരകം, വിശസനം വൈശസം എന്നൊക്കെ പറയുന്നത് നരകാണ്, നരകത്തില് പോയി വീഴേണ്ടി വരും. മായേയം കസ്യ ദേവസ്യ യയാതേ അദ്യ ശിരോഹൃതം അച്ഛേദ്യസ്ത്വമഭേദ്യോസി അപ്രദാഹ്യോസി സർവദാ. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. അച്ഛേദ്യനായ, അഭേദ്യനായ, അദാഹ്യനായ, മുറിക്കാൻ സാധിക്കാത്ത, ഭേദിക്കാൻ സാധിക്കാത്ത, ദഹിപ്പിക്കാൻ സാധിക്കാത്ത അങ്ങ് എങ്ങനെയാണ്, ഏതു ദേവന്റെ മായ കൊണ്ടാണ് തേ അദ്യ ശിരോഹൃതം, അങ്ങയുടെ ശിരസ് തെറിച്ചുപോയത്? ഏവം ഗതേ ത്വയി വിഭോ മരിഷ്യന്തി ച ദേവത കീദൃശസ്ത്വയി ന സ്നേഹ സ്വാർത്ഥേനൈവ രുദാമഹേ. ഇപ്പോ ഇങ്ങനെ പോയാൽ ദേവതകൾ മുഴുവൻ മരിക്കും. അങ്ങയോട് ഞങ്ങൾക്ക് തോന്നുന്ന സ്നേഹം എങ്ങനെയുള്ളതാണ്? ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ കരയുകയാണ് ഭഗവാനെ. എന്താണ് സംഭവിച്ചത്? നായം വിഘ്നകൃതോ ദൈത്യൈ ന യക്ഷൈർനച്ച രാക്ഷസൈ ദേവൈരേവ കൃത കസ്യ ദൂഷണം ച രമാപതേ. ഈ വിഘ്നം വരുത്തിവെച്ചത് ദൈത്യന്മാരോ യക്ഷന്മാരോ രാക്ഷസന്മാരോ അല്ല. ദൈത്യ ന യക്ഷൈർനച്ച രാക്ഷസൈ എന്നാണ്. മറിച്ചോ ദേവൈരേവ കൃത കസ്, ദേവന്മാര് തന്നെയാണ് ഈ തെറ്റ് ചെയ്തത്. കസ്യ ദൂഷണം ച രമാപതേ, അങ്ങയോട് തെറ്റ് ചെയ്തത് ദേവന്മാര് തന്നെയാണ് ഭഗവാനെ. പരാധീന സുരാ സർവേ കിം കുർമ്മ ക്വ വ്രജാമച, ദേവന്മാരൊക്കെ പരാധീനരായി മാറിയിരിക്കുന്നു ഭഗവാനെ. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ ആരെയാണ് ശരണം പ്രാപിക്കേണ്ടത്? എവിടേക്കാണ് ഞങ്ങൾ പോകേണ്ടത്? അതുകൊണ്ട് മൂഢബുദ്ധികളായിട്ടുള്ള ഈ ദേവന്മാർക്ക് ഇനി ആരാരും ശരണമില്ലാതെയായല്ലോ. ശരണം നൈവ ദേവേശ സുരാണാം മൂഢചേതസാം ന ചൈഷ സാത്വികീമായ രാജസി ന ച താമസി യയാച്ഛിന്നം ശിരസ്തേദ്യ മായേശസ്യ ജഗദ്ഗുരു. മായയുടെ ഈശ്വരനാണ് അവിടുന്ന്, ലോകത്തിൻ്റെ മുഴുവൻ ഗുരുവാണ് അവിടുന്ന്. അവിടുത്തെ ശിരസ് അറ്റുപോയി. സാത്വികമോ രാജസമോ താമസമോ ആയിട്ടുള്ള മായ കൊണ്ടല്ല എന്ന് ഞങ്ങൾ ഉറപ്പിക്കുന്നു. ക്രന്ദമാനാൻ തദാ ദൃഷ്ട്വാ ദേവാൻ ശിവപുരോഗമാൻ ബൃഹസ്പതിസ്തദോ വാച ശമയൻ വേദവിത്തമാ. ശിവാദികളായിരിക്കുന്ന ശിവപ്രമുഖന്മാരായിരിക്കുന്ന ദേവന്മാര്, ശിവപുരോഗമാൻ ദേവാൻ,
ഇവര് ഇങ്ങനെ ക്രന്ദമാനാൻ കരയണ കണ്ടപ്പോ തഥാദൃഷ്ടു അത് കണ്ടിട്ട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ശമയൻ വേദവിത്തമഹ, വേദന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ആ ബൃഹസ്പതി ദേവഗുരു ഇത്തരത്തിൽ അവരോട് പറഞ്ഞു. രുദിതേന മഹാഭാഗ ക്രന്ദിതേന തഥാപികിം. ഹേ മഹാഭാഗ്യവാന്മാരെ, രുദിതേന ക്രന്ദിതേന, കരഞ്ഞതുകൊണ്ടോ അലമുറയിട്ടതുകൊണ്ടോ എന്തെങ്കിലും ഫലമുണ്ടാവുമോ എന്നാണ്. ഉപായശ്ചാത്ര കർത്തവ്യ സർവഥാ ബുദ്ധിഗോചര. എന്തു വേണം, എന്താണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രയോജനം? ഏതെങ്കിലും ഒരു വിധത്തിൽ ഒരു ഉപായം കണ്ടുപിടിക്കുക, ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ദൈവം പുരുഷകാരശ്ച ദേവേശ സദൃശാവുഭൗ ഉപായശ്ച വിധാതവ്യോ ദൈവാത് ഫലതി സർവഥ. ഭാഗ്യവും പുരുഷപ്രയത്നവും അത് രണ്ടും തുല്യ പ്രാധാന്യമുള്ളതാണ്. ഭാഗ്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചിരിക്കാനും പാടില്ല. ഇനി പ്രയത്നിച്ചതുകൊണ്ട് മാത്രം ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. ഏതു പ്രകാരത്തിലാണെങ്കിലും പരിഹാരകർമ്മം നാം ചെയ്യണം. ഭാഗ്യമുണ്ടെങ്കിലോ ദൈവാത് ഫലതി സർവഥ. ഭാഗ്യമുണ്ടെങ്കിൽ അത് സഫലമാവുകയും ചെയ്യും. അതുകൊണ്ട് അതിനുള്ള വഴിയാണ് നോക്കേണ്ടത് എന്ന് ബൃഹസ്പതി പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഇന്ദ്രൻ്റെ വാക്കുകളും ബ്രഹ്മാവിൻ്റെ വാക്കുകളുമൊക്കെയാണ് നമുക്ക് ഇനി കേൾക്കാനുള്ളത്. ആ ഭാഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു.
ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.